Hello students, welcome to this new session on business management. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് കൺട്രോൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ചാണ്. Okay, so let's get into this. Let's start with the definition. Control by George R. Terry. Controlling is determining what is being accomplished, that is evaluating the performance if necessary and applying corrected measures so that the performance takes place according to plan. Now ഈ ഒരു ഡെഫിനേഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് പ്ലാൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ദർ ഈസ് എ പ്ലാൻ, ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ട്. ആൻഡ് ദെൻ ദർ ഈസ് എൻ ഇവാലുവേഷൻ ദാറ്റ് ഇസ് ടേക്കിംഗ് പ്ലേസ്. ഓക്കെ, ആ ആക്ച്വൽ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നൗ വാട്ട് ഹാപ്പൻസ് ഓവർ ഹിയർ, യു കമ്പയർ ദി ആക്ച്വൽ പെർഫോമൻസ് ടു ദ പ്ലാൻ ടു സീ ഇഫ് ദർ ഇസ് എനി കൈൻഡ് ഓഫ് ചേഞ്ചസ്, എനി കൈൻഡ് ഓഫ് കറക്റ്റീവ് മെഷേഴ്സ് ദാറ്റ് നീഡ് ടു ബി അപ്ലൈഡ്. അതിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. Okay, so this is a really good definition that you can study. Now let's look at the features of control. First one, it is a continuous process. Like all functions of management, it is a continuous process. Control എന്ന് പറയുന്നത് ഒരു continuous process ആണ്. Just like planning, control is just as important and just as continuous as necessary. കാരണം ഓരോ തവണയും നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ റിസോഴ്സസ് മൊബിലൈസ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, ആൻഡ് ദെൻ വി മെഷർ അവർ പെർഫോമൻസസ്. നമ്മുടെ പെർഫോമൻസസ് ഇൻ കമ്പാരിസൺ ടു ദി സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്ലാൻസ് സെറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നു. വി ഫൈൻഡ് ഔട്ട് ഇഫ് ദർ ഇസ് എനി ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ എന്താ, വി ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ്. ഹൗ ഡു യു ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ്? യു പ്ലാൻ വൺസ് അഗെയിൻ, യു എക്സിക്യൂട്ട് അഗെയിൻ. ക്ലിയർ? ഇറ്റ് കീപ്സ് ഗോയിങ് അറൗണ്ട് ആൻഡ് അറൗണ്ട്. Then it is a management function, like your prime functions, planning, organizing, directing, staffing. അതിനകത്ത് ഒരു ഫൈനൽ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലെ ഫൈനൽ സ്റ്റെപ്പാണ്. പക്ഷേ ദിസ് ഈസ് ആക്ച്വലി എന്താ പറയുക, ബിഗിനിങ് ഫോർ എ ന്യൂ സൈക്കിൾ. ക്ലിയർ? സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. ദെൻ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഫോർവേഡ് ലുക്കിംഗ്. അതൊരു ഫോർവേഡ് ലുക്കിംഗ് പ്രോസസ്സാണ്. നമ്മുടെ കറണ്ട് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഇസ് ഇറ്റ് ഓൺ ട്രാക്ക് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇഫ് ഇറ്റ് ഇസ്ൻറ്റ്, ദെൻ വാട്ട് എൽസ് ക്യാൻ ബി ഡൺ എന്ന് ചിന്തിക്കാൻ അതിൻ്റെ ബേസിസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇസ് എ കറക്റ്റീവ് ആക്ഷൻ. ഒരു കറക്റ്റീവ് പ്രോസസ്സാണ് വരുന്നത് അവിടെ. മെയിൻ എസെൻസ് ഓഫ് കൺട്രോൾ ഇസ് ടു എൻഷുർ ദാറ്റ് തിങ്സ് ഗോ അക്കോർഡിംഗ് ടു പ്ലാൻ. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഡസൻറ്റ്, ഇഫ് ദർ ഇസ് സം കൈൻഡ് ഓഫ് ഡീവിയേഷൻ, ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദാറ്റ് ഡീവിയേഷൻ. Next one, it is related to planning. It has a close connection to planning. കാരണം കൺട്രോളിൻ്റെ ആ പ്ലാൻ ഇസ് ദി സ്റ്റാൻഡേർഡ്. നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക ഇസ് ബേസിക്കലി എ പ്ലാനിങ് ഇറ്റ് സെൽഫ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ എന്ന് പറയാൻ കാരണം ഒരു വലിയ പരിധി വരെ ടു ഗെറ്റ് തിങ്സ് ഡൺ നമ്മൾ കൺട്രോൾ ഭയങ്കര റിജിഡായിട്ട് വെക്കില്ല. ഓക്കെ, മാനേജ്മെൻറ്റ് ടു ഗെറ്റ് തിങ്സ് ഡൺ ഭയങ്കര റിജിഡായിട്ട് വെക്കില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഗെറ്റ് ഇറ്റ് ഡൺ. ആ ഗെറ്റ് ഇറ്റ് ഡൺ എന്ന് പറയുമ്പോൾ ഹൗ യു ഡു ഇറ്റ്, യൂഷ്വലി കമ്പനീസ് ഡോണ്ട് ബോദർ. പക്ഷേ ദ ഫൈനൽ റിസൾട്ട് മസ്റ്റ് ബി അച്ചീവ്ഡ്. ഓക്കെ, ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഇസ് ഫ്ലെക്സിബിൾ. The next one is setting standard. It involves setting a standard. ആ സ്റ്റാൻഡേർഡിൻ്റെ ബേസിസിലാണ്. ദാറ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഇസ് ബേസിക്കലി എ പാർട്ട് ഓഫ് പ്ലാനിങ്. ഓക്കെ, ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ബേസിസിലാണ് യു ഹാവ് സം മെഷർ ഫോർ കമ്പാരിസൺ. ഓക്കെ, then next one, it is a key to control the delegation of authority. Delegation of authority നടക്കണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കൺട്രോൾ is necessary. ഓക്കെ, പ്രോപ്പറായിട്ട് എന്താ പറയുക, കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു വലിയ പരിധി വരെ നമുക്ക് ഡെലിഗേഷൻസിൻ്റെ ആവശ്യമുണ്ട്. ഡെലിഗേഷൻ എന്ന് പറയുന്നത് എന്നിട്ട് അതോറിറ്റി നമ്മൾ വേറൊരാൾക്ക്, തൊട്ട് താഴെയുള്ള ആൾക്കാർക്ക് കുറച്ച് അതോറിറ്റി കൊടുക്കുക, സോ ദാറ്റ് വി എൻട്രസ്റ്റ് ഹിം എ സർട്ടൻ എമൗണ്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി അലോങ് ദാറ്റ്. ഓക്കെ, അപ്പോൾ അത് കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നു. കൺട്രോൾ അത് ചെയ്യണമെങ്കിൽ, കൺട്രോൾ എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ നമുക്ക് ഒരു വലിയ പരിധി വരെ ഡെലിഗേഷൻ നെസസറിയാണ്. ഓക്കെ, now let's look at the importance. Now importanceൽ ഫസ്റ്റ് വൺ, effective, it is necessary for effective execution. ഒരു കാര്യം എഫക്റ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ ഇസ് ആബ്സല്യൂട്ട് നെസസറി. നമ്മൾ ജസ്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് യു എന്താ പറയുക, പ്ലാനിങ്, ഓർഗനൈസിങ്, ആ ബാക്കിയുള്ള ഫങ്ഷൻസ് ഒക്കെ ചെയ്തു, വി ആർ നോട്ട് if you are not focusing on
a controlling function, what happens is that things will be done, പക്ഷേ എത്രത്തോളം ക്വാളിറ്റിയിൽ ചെയ്യുന്നു, നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യം അച്ചീവ് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാണ്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റീവ് കൺട്രോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണം. സോ ഇറ്റ് കൈൻഡ് ഓഫ് ഫെസിലിറ്റേറ്റ്സ് ഡെലിഗേഷൻ. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കൺട്രോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പവർ സെൻട്രലൈസ് ചെയ്ത് വെക്കണേക്കാളും എല്ലാവരുടെ അടുത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളത്. Now how it facilitates decentralization is that it actually promotes responsibility and authority being spread across the organization. അതാവുമ്പോൾ കൺട്രോളിങ് ഫങ്ഷൻ കുറേ കൂടി സ്മൂത്തർ ആൻഡ് എഫക്റ്റീവ് ആവും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ. Now how does it facilitate coordination? കാരണം വേരിയസ് ആക്ടിവിറ്റീസിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് അത് പല ആക്ടിവിറ്റീസ് ഉണ്ടാവും ഒരു ഓർഗനൈസേഷനിൽ. ആ ആക്ടിവിറ്റീസ് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും കൺട്രോൾ ഫങ്ഷൻ. ഓക്കെ, then the next one is basis for future action. Now basis for future action എന്ന് പറയുമ്പോൾ like I have said, കൺട്രോൾ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സിമ്പിളാണ്. You have a plan, you measure the actual performance, you compare the actual performance to the standard, find out if there is any deviation, and after you find out a deviation, you take corrective action. That corrective action is often based, ആ corrective action എടുക്കുക എന്നുള്ളത് ആണ് ഫ്യൂച്ചർ ആക്ഷൻസ് എന്നുള്ള ബേസിസ്. ദെൻ ഇറ്റ് റെഗുലേറ്റ്സ് ദി ഓപ്പറേഷൻസ്. എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു, എവിടെയൊക്കെയാണ് ചെറിയ ചെറിയ ഡീവിയേഷൻസ് വരുന്നത്. മേ ബി നിങ്ങൾ ചിലപ്പോൾ ഒരു ഡാൻസ് സ്കൂളിൻ്റെ എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു നല്ലൊരു എക്സാമ്പിളാണ്. ഡാൻസ് സ്കൂളിൽ ടീച്ചേഴ്സ് ഇങ്ങനെ ഡാൻസ് മുദ്രകളൊക്കെ പഠിപ്പിക്കുന്നു, ഡാൻസ് സ്റ്റെപ്സ് പഠിപ്പിക്കുന്നു. അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് ടീച്ചർ ആദ്യമേ തന്നെ കാണിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് ദി സ്റ്റാൻഡേർഡ് ബീങ് സെറ്റ് ഓഫ് ദാറ്റ്, റൈറ്റ്? പിള്ളേരത് കണ്ടുപഠിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അവരുടേതായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൈ ഇങ്ങനെയല്ല റേസ് ചെയ്യേണ്ട, കുറച്ചുകൂടി ഹൈറ്റിൽ റേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് കാല് നീട്ടുമ്പോൾ അങ്ങനെ നീട്ടണം, അല്ലെങ്കിൽ കാല് മടക്കുമ്പോൾ ഇങ്ങനെ മടക്കണം എന്ന് പറഞ്ഞിട്ട് ദർ ആർ വേയ്സ്, ടെക്നീക്സ് ഉണ്ട്, റൈറ്റ്? Now their teacher observes that and basis on that എന്താ പറയുക, അവരുടെ ട്യൂൺ ചെയ്ത് അപ്പോൾ പോവും. ഏതെങ്കിലും സ്റ്റുഡൻറ്റ് 1-2 മുദ്രകൾ തെറ്റിക്കുകയാണെങ്കിൽ ആ മുദ്ര എങ്ങനെ പിടിക്കണം, കൈ എങ്ങനെ പിടിക്കണം, കാല് എങ്ങനെ പിടിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും. ക്ലിയർ? അപ്പോൾ ചെയ്ത് തന്നെ പോയി പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുമ്പോൾ എന്താ പറയുക, ആ ഫ്ലോ അല്ലെങ്കിൽ ആ പെർഫെക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ദെൻ points out the weaknesses of management. കൺട്രോൾ ഫങ്ഷൻസ് എവിടെയൊക്കെയാണ് പാളിച്ചകൾ വരുന്നത്, ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് ഇഷ്യൂ വരുന്നതെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. ദെൻ എഫിഷ്യൻസി ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസിൻ്റെയും ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഓരോ എന്താ പറയുക, the whole organization will be evaluated in terms of individual employees, in terms of departments, in terms of levels. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇവാലുവേഷൻസ് പോസിബിൾ ആവുന്നത് ഈ കൺട്രോൾ ഫങ്ഷൻസ് ഉള്ളത് കാരണം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രഷർ ഫോർ ബെറ്റർ പെർഫോമൻസ്. ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു പ്രഷറാണ് ഈ പറഞ്ഞിട്ടുള്ള കൺട്രോൾ ആക്ഷൻസ് വരുന്നത്. ഓക്കെ, തൊട്ട് പുറകിൽ ആളുണ്ട്, നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയൊരു പ്രഷർ വരും ടു ഡു ബെറ്റർ, ടു പെർഫോം ബെറ്റർ. ഓക്കെ, സോ ദോസ് ആർ ദി ഇമ്പോർട്ടൻസ്. നമുക്കിനി പെട്ടെന്ന് സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് ഒന്ന് നോക്കാം. ലൈക്ക് ഐ സെഡ്, the first step is to establish a standard. ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇറ്റ് ഈസ് usually based on our objectives and plans and targets. Second one is the measure of the actual performance. Now the actual performance is measure here. Okay, imagine the set target is maybe producing 100 output of 100 candles. Okay, നമ്മൾ ആക്ച്വൽ പെർഫോമൻസസ് മെഷർ ചെയ്യുന്നത്, നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് മേ ബി ഫോർ എക്സാമ്പിൾ 95 ആയിട്ടുള്ള. സോ ദേ അപ്രൈസ് ദ പെർഫോമൻസ്. മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ അപ്രൈസ് ചെയ്യുമ്പോൾ കാണുന്നത് എന്താണ്, 5 കുറവാണ്, ടാർഗറ്റിനേക്കാളും 5 കുറവാണ് എന്നുള്ളത്. ദെൻ എന്തുകൊണ്ട് ഈ 5 കുറഞ്ഞു? ടൂൾസ് ശരിയല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എബിലിറ്റി ഇല്ലാത്ത കാരണമാണോ, അതോ ഇസ് ദ ടാർഗറ്റ് ടു ഹൈ? അങ്ങനെ എന്താണ് റീസൺ ബിഹൈൻഡ് യു ഗൈസ് നോട്ട് അച്ചീവിങ് ദാറ്റ് ടാർഗറ്റ്? ദെൻ അവിടുന്ന് ഫീഡ്ബാക്ക് പോകും. ഓക്കെ, ആഫ്റ്റർ യു മെഷർ ദി എന്താ പറയുക, ആഫ്റ്റർ യു മെഷർ ദാറ്റ് യു ടേക്ക് എ ഫീഡ്ബാക്ക് ആസ് ടു വൈ ദിസ് ഹാപ്പൻഡ്. ഓക്കെ, ഈ ഫീഡ്ബാക്കിൻ്റെ ഒപ്പം തന്നെ യൂഷ്വലി വരുന്നത് കറക്റ്റീവ് ആക്ഷൻസും കൂടിയാണ്. ഓക്കെ, ആഫ്റ്റർ യു ഡിറ്റർമൈൻ ദ റീസൺ ഫോർ ദിസ്, ഫീഡ്ബാക്ക് വഴി നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു. ഓക്കെ, സോ ദീസ് ആർ ദി സ്റ്റെപ്സ്, ആർ ദ പ്രോസസ്.
അടുത്ത നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടു എൻഷുർ വർക്ക് പ്രോഗ്രസസ് ആസ് ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ അനുസരിച്ച് വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കലാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, ഇറ്റ് ഡിറ്റക്ട്സ് ഡീവിയേഷൻ. നമുക്കൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത ഒബ്ജക്റ്റീവ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. തേർഡ് വൺ, ഇവാലുവേറ്റ്സ് എഫിഷ്യൻസി. എത്രത്തോളം നമ്മൾ എഫിഷ്യൻ്റ് ആണ്, നമ്മുടെ എത്രത്തോളം എഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവും കൂടിയുണ്ട് കൺട്രോൾ ഫങ്ഷൻസിന്. ദെൻ മേക്ക് ഷുവർ ഓൾ ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് അക്കോർഡിംഗ് ടു പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻസ്. മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ഫങ്ഷനാണ് കൺട്രോൾ ഫങ്ഷൻ. ഓക്കെ. ദെൻ റിവൈസ് പ്ലാൻസ് ബേസ്ഡ് ഓൺ ഡീവിയേഷൻസ് ഒക്കേർഡ്. അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇപ്പോൾ ഡീവിയേഷൻസ് സംഭവിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡീവിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്, അതിന് പുറകിലുള്ള റീസൺസ് എന്താണ്, ഇസ് ഇറ്റ് എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ബെറ്ററായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാവുന്നതാണോ, അതോ പ്ലാൻസ് അല്ലെങ്കിൽ ടാർഗറ്റ്സ് സെറ്റ് ചെയ്ത കാര്യത്തിൽ ഉണ്ടായ ഫ്ലോസ് ആണോ, എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു മേ ഹാവ് ടു റീവർക്ക് യുവർ പ്ലാനുകളൊന്നുകൂടി റീവർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ these are the objectives of control function. ഇനി അടുത്ത് നമുക്ക് ലിമിറ്റേഷൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കനോട്ട് ബി കൺട്രോൾഡ്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരു കാരണവശാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. It's out of the organization. There is a limit to certain things we can control out of the organization. Generally most of the things we can't control. ഉള്ളിലുള്ള കാര്യം തന്നെയാണ് മെയിനായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. Then ഫിക്സിങ് സ്റ്റാൻഡേർഡ് ക്യാൻ ബി ഡിഫിക്കൾട്ട്. കാരണം കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യാനായിട്ട്. അത് പലപ്പോഴും ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ മാനേജ്മെൻറ്റും അത് സാധാരണഗതിയിലൊരു എന്താ പറയുക, ഒരു ക്ലാഷാണ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെൻറ്റ്. എംപ്ലോയീസ് ഡോണ്ട് വാണ്ട് സച്ച് എ ഹൈ ടാർഗറ്റ്, മാനേജ്മെൻറ്റ് വാണ്ട്സ് എ ഹൈ ടാർഗറ്റ്. അതിൻ്റെ ഇടയിലാണ് കടന്ന് കളിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ രണ്ട് കൂട്ടർക്കും ആക്സെപ്റ്റ് ആയിട്ടൊരു ലെവൽ കിട്ടാമെന്നുള്ളത് ബുദ്ധിമുട്ടാണ്. then it can be an expensive process. ചെറുകിട ഫേംസിനൊന്നും ചിലപ്പോൾ അത് മുതലാവണമെന്നില്ല. then workers may resist if control curtails their freedom. കൺട്രോൾ സ്റ്റെപ്സ് അല്ലെങ്കിൽ കൺട്രോൾ മെക്കാനിസംസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ വർക്കേഴ്സിന് ചിലപ്പോൾ അവരുടെ ഫ്രീഡം റെസ്ട്രിക്റ്റ് ആവുന്നുണ്ടോ എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ they will resist it. Clear? So these are the limitations. Now let's move on to the prerequisites of an effective control system. ഒരു എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ചു വിടാം. ഓക്കെ. ഫസ്റ്റ് വൺ, സൂട്ടബിലിറ്റി. ഇറ്റ് മസ്റ്റ് ബി സൂട്ടബിൾ ടു ദി സിറ്റുവേഷൻ, ഇറ്റ് മസ്റ്റ് ബി സൂട്ടബിൾ ടു ദി ഓർഗനൈസേഷൻ. ഓക്കെ. ഓർഗനൈസേഷനും എംപ്ലോയീസും ആ നെസസിറ്റി ഉണ്ട്, ഓർഗനൈസേഷന് എന്താണ് ആവശ്യം അതിനനുസരിച്ചിട്ട് വേണം കൺട്രോൾ ടെക്നീക്സ്. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫോക്കസ്. It should focus on detecting deviations quickly. Deviations വളരെ ക്വിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനും അത് ആ പ്ലാനുകൾ അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഓക്കെ. നമുക്ക് if you have a control system but it is not able to detect any problem, it's kind of like നമ്മുടെ കയ്യിലൊരു ആൻറ്റിവൈറസ് പ്രോഗ്രാം ഉണ്ട് and it's not able to detect antivirus, അല്ലെങ്കിൽ it's not able to detect any viruses, that means that thing is not doing its job. ക്ലിയർ? അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ കൺട്രോൾ മെക്കാനിസംസ് ഉണ്ടാവുന്നത് ഡീവിയേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് എൻറ്റിറ്റിയാണ്. അത് കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, റിലേഷൻസ് മാറിക്കൊണ്ടിരിക്കും, സിറ്റുവേഷൻസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു, ദ കൺട്രോൾ മെക്കാനിസംസ് മസ്റ്റ് ബി ഏബിൾ ടു അഡോപ്റ്റ് ടു ദിസ് ചേഞ്ചസ്. അടുത്തതെന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ഓർഗനൈസേഷൻ പാറ്റേൺ. ഇറ്റ് ഈസ് ഓർഗനൈസേഷൻ്റെ ഒരു രീതികളായിട്ടൊരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരു സിങ്ക് വേണം. ഓക്കെ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് വെഹിക്കിൾ ഫോർ ഓർഗനൈസേഷൻ കൺട്രോൾ. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനായിട്ടുള്ളൊരു നല്ലൊരു സിങ്ക് അവരുടെ എന്താ പറയുക, ഓർഗനൈസേഷൻ്റെ എബിലിറ്റീസ്, ഓർഗനൈസേഷൻ്റെ ക്വാളിറ്റീസ് എല്ലാം തന്നെ ഈ പറഞ്ഞിട്ടുള്ള കൺട്രോൾ പ്രൊസീജിയേഴ്സിൽ റിഫ്ലക്റ്റ് ആവണം. ആൻഡ് ഇറ്റ് ഷുഡ് ഓൾസോ ബ്രിങ് ഔട്ട് ദി ക്വാളിറ്റീസ്. ഈ കൺട്രോൾ മെക്കാനിസംസ് എല്ലാം തന്നെ ഓർഗനൈസേഷൻ്റെ എബിലിറ്റീനെ കുറച്ചുകൂടി ബെറ്റർ ആക്കണം. ദെൻ ഒബ്ജക്റ്റീവ്. The control mechanisms must have അല്ലെങ്കിൽ must be synchronized with the objectives of the firm, not just the objectives of the firm, firmൻ്റെ objectives, policies, programs നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ. ഇതെല്ലാമായിട്ട് ഒരു സിങ്ക് വേണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി സിമ്പിൾ.
നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒപ്പം തന്നെ സിമ്പിൾ, എത്രത്തോളം സിമ്പിൾ ആക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ദെൻ ഇക്കണോമിക്കൽ, മാക്സിമം കോസ്റ്റ് കുറച്ചിട്ടുള്ള ടെക്നീക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ ആക്സെപ്റ്റൻസ്, ഇവിടെ ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള എംപ്ലോയേഴ്സ്, ഓർഗനൈസേഷനിലുള്ള സകല എൻറ്റിറ്റീസിനും ഈ പറഞ്ഞിട്ടുള്ള കൺട്രോൾ മെക്കാനിസം ആക്സെപ്റ്റബിൾ ആവണം. റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും അഡീഷണൽ കോസ്റ്റ്, അഡീഷണൽ കോൺഫ്ലിക്ട്സ്, പോസിബിലിറ്റീസ് അതൊക്കെ ഉണ്ടാവും. ദെൻ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു മോട്ടിവേറ്റ്, കാരണം എംപ്ലോയീസിന് കൃത്യം കാര്യം മനസ്സിലാവണം ഈ കൺട്രോൾ സ്റ്റെപ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലായിട്ട്, ആൻഡ് ഇറ്റ് ഷുഡ് ഇൻ എ വേ സപ്പോർട്ട് അല്ലെങ്കിൽ മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു പെർഫോം better. Okay, so these are the effective control systems. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺട്രോൾ ടെക്നീക്സ് ആണ്. കൺട്രോൾ ടെക്നീക്സിൽ ഫസ്റ്റ് വെറൈറ്റി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ബഡ്ജറ്ററി കൺട്രോളിനെ കുറിച്ചാണ്. നൗ ബഡ്ജറ്റ് എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ there's a really good definition by George R. Terry. ആ ഡെഫിനിഷൻ ഞാൻ ഒന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ഫ്യൂച്ചർ നീഡ്സ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ആൻ ഓർഡർലി ബേസിസ് കവറിംഗ് സം ഓർ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഫോർ എ ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ദാറ്റ് ഈസ് യുവർ കൺട്രോൾ ടെക്നീക്സ്. അതിനകത്ത് ബഡ്ജറ്ററി കൺട്രോൾ, ബഡ്ജറ്റ് എന്താണ് എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, നൗ ബഡ്ജറ്റ്, സിൻസ് യു നോ ബഡ്ജറ്റ്, വാട്ട് എ ബഡ്ജറ്റ് നിങ്ങൾ കേൾക്കാറുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്റ്, അങ്ങനെ പറഞ്ഞ ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ്, ഇറ്റ്സ് ബേസിക്കലി എ ഡോക്യുമെൻറ്റ് ദാറ്റ് സ്റ്റേറ്റ്സ് ദി ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഓക്കെ, അതാണ് ഏറ്റവും ബേസിക് എസെൻസിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് എന്താണെന്ന് അറിയാവുന്നത്. റൈറ്റ്, ഇത്രയുണ്ട് നമ്മുടെ, ഇതാണ് പോസിബിൾ ഇൻകംസ്, ഇതാണ് നമ്മുടെ പോസിബിൾ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നൗ വെൻ ഇറ്റ് കംസ് ടു പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കൺട്രോളിൽ, പ്ലാനിങ് ആൻഡ് കൺട്രോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് കൺട്രോളിൽ ബേസ്ഡ് ഓൺ ദ പ്ലാൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് വി സെറ്റ് എ സർട്ടൻ സെറ്റ് ഓഫ് മെഷേഴ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യും. അതിനുപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ്. ഒരു നല്ല ബഡ്ജറ്ററി കൺട്രോളിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ്. ദ കൺട്രോളർ, അതിനകത്ത് ഈ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടാവും. ആ കൺട്രോളർ ഹാസ് ടു ഡിറ്റർമൈൻ ദി ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ്. ആ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ബഡ്ജറ്റിനകത്തുള്ള വരവും ചിലവും ഒക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് മാനുവലാണ്. ആ ബഡ്ജറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ആണ്. റുട്ടീൻ നേച്ചറിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു ഇതിനകത്ത്. ഓക്കെ, വാട്ട് ആർ ദി പോസിബിൾ തിങ്സ് ദാറ്റ് പോസിബിൾ എക്സ്പെൻസസ്, പോസിബിൾ ഇൻകം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ദാറ്റ് ഈസ് വിത്ത് റിഗാർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻസസ്. അതല്ലാണ്ട് ഇപ്പോൾ ബഡ്ജറ്ററി കാര്യങ്ങൾ നമ്മുടെ മാനേജ്മെൻറ്റ് ബേസിസിൽ വാട്ട് ആർ ദി എക്സ്പെക്റ്റഡ് തിങ്സ് ദാറ്റ് വി ഹാവ് ടു ഡു, ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു മാനുവലാണ്. ഓക്കെ, ദെൻ budget committee, these are a group of people that assist the manager in preparing the budget. Okay, പിന്നെ അടുത്ത ആവശ്യം കൺസിഡർ ചെയ്യേണ്ടത് ബഡ്ജറ്റ് പീരീഡ് ആണ്. ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെ, അല്ലെങ്കിൽ യൂഷ്വലി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇയർലി ബേസിസ്. ഓക്കെ, ഒരു വർഷം വെച്ചിട്ടാണ് വരുന്നത്. ദെൻ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം റെക്വസിറ്റിൽ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി, അൺഫോർസീൻ ചേഞ്ചസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള എന്താ പറയുക ഒരു എബിലിറ്റി ഉണ്ടാവണം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എംപ്ലോയി പാർട്ടിസിപ്പേഷനാണ്. എംപ്ലോയി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസും കൂടി അതിനകത്ത് ഫീഡ്ബാക്ക് തരണം. അല്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ബഡ്ജറ്റുകൾ ഇറ്റ് വിൽ നോട്ട് ബി ആക്സെപ്റ്റബിൾ. ദെൻ നെക്സ്റ്റ് വൺ, ആഡിക്വേറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിങ്. ആഡിക്വേറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഓപ്പറേഷൻസ്, പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പാസ്റ്റ് ഡേറ്റ, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളത് സംഭവം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് കീ ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു കാര്യത്തിനും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ലിമിറ്റിംഗ് ഫാക്ടർ ഇസ് ബേസിക്കലി ദാറ്റ് മേജർ ഫാക്ടർ ദാറ്റ് ക്യാൻ ഹിൻഡർ ദി അച്ചീവ്മെൻറ്റ് ഓഫ് അവർ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അത് ഏതൊക്കെയാണ് ഉള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് നമ്മൾ ഈ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് വരുന്നത് കോസ്റ്റ് കൺട്രോളാണ്. ഏതൊരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും കോസ്റ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ യുവ് ഗോട്ട് വേരിയസ് കോസ്റ്റ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ എടുക്കുകയാണെങ്കിൽ to increase profit you have to either increase the selling price or reduce the cost. Okay, അപ്പോൾ അല്ലെങ്കിൽ a combination of the two. അപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും എല്ലാ കമ്പനീസും ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യമാണ്. അതിന് കോസ്റ്റ് കൺട്രോൾ ടെക്നീക്സ് അപ്ലൈ ചെയ്യാറുണ്ട്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി വേരിയസ് കോസ്റ്റ് കൺട്രോൾ ടെക്നീക്സ്. ഒന്ന്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദി അക്കൗണ്ടിങ് ടെക്നീക്സ് വി യൂസ് ടു ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് ഓർ അസോസിയേറ്റഡ് കോസ്റ്റ് ഓഫ് തിങ്സ്. ഓരോ പ്രോസസ്സിനാണെങ്കിലും സർവീസസിനാണെങ്കിലും നമുക്ക് അസർട്ടൈൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കുന്ന ടെക്നീക്കാണ്.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ ഇസ് ദ പോയിന്റ് വെയർ ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ്. ക്ലിയർ? നോ പ്രോഫിറ്റ് നോ ലോസ് വരുന്ന പോയിന്റാണ് ബ്രേക്ക് ഈവൻ. അപ്പോൾ ആ ബ്രേക്ക് ഈവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അതൊരു ടൂളാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വഴി നമുക്ക് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ യാർഡ് സ്റ്റിക്സ് കിട്ടും, വേർ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് വി ക്യാൻ ഡു സെവറൽ കൈൻഡ്സ് ഓഫ് അനാലിസിസ്. ക്ലിയർ? അടുത്ത് വരുന്നത് ഫിനാൻഷ്യൽ കൺട്രോളാണ്. ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോപ്പർ ഹാർഡ് കോർ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്തിട്ടുള്ള കൺട്രോൾ ടെക്നീക്സ് ആണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 5 കൊല്ലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ ആയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 10 കൊല്ലത്തെ. ബേസ്ഡ് ഓൺ ദിസ് യു ക്യാൻ കമ്പയർ ദി പെർഫോമൻസസ് അല്ലെങ്കിൽ വാട്ട് ഹാസ് ചേഞ്ച്, വാട്ട് ഹാസ് നോട്ട് ചേഞ്ച് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റേഷ്യോ അനാലിസിസ്. നിങ്ങൾക്കാണെങ്കിലും ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ റേഷ്യോ അനാലിസിസ് പഠിക്കും. റേഷ്യോ അനാലിസിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൂൾസ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ഫിഗറുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. ആ റേഷ്യോൻ്റെ അനാലിസിസിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ എക്സ്പ്രസിങ് വൺ വാല്യൂ ഇൻ ടേംസ് ഓഫ് നമ്മൾ പ്രോഫിറ്റിനെ സെയിൽസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ റേഷ്യോസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ അനദർ ടെക്നിക് ടൂൾ ദാറ്റ് ഈസ് യൂസ്ഡ്. ഓക്കെ, then let's look at some of the modern techniques that is available. ഒന്ന് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആണ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്താണ്, പെർഫോമൻസസ് ഓഫ് ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസ്, അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ആസ് എൻ എൻ്റർപ്രൈസ് ആസ് എ ഹോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുക, ഇൻഎഫിഷ്യൻസീസ് ഇറാഡിക്കേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു മെയിൻ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോർ എയിം. ഓക്കെ, ദെൻ വി ഹാവ് സംതിങ് നോൺ ആസ് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നീക്ക്. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രോജക്റ്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വി കൺസിഡർ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസ് ഫോർ പ്രോജക്റ്റ് ഇവാലുവേഷൻ റിവ്യൂ. പെർട്ടിൽ നമ്മൾ ടൈം ഫ്രെയിംസ് നോക്കും, ഓരോ ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം. അതായത് ബേസിക്കലി ഏറ്റവും ഇഫ് എവറിത്തിങ് ഗോസ് വെൽ വി കൺസിഡർ 3 ടൈം ഫ്രെയിംസ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ഫ്രെയിം കൺസിഡർ ചെയ്യും. ഇഫ് എവറിത്തിങ് ഗോസ് വെൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് കൺസിഡർ ചെയ്യും. ഇഫ് എവറിത്തിങ് ഗോസ് ബാഡ് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യും. അത് 3 സ്റ്റേജസ് ഓഫ് ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ പെർട്ട് ഇവാലുവേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ദിസ് ഇസ് ഓൾസോ എ ടെക്നിക് ഫോർ പ്രൊജക്ട് മാനേജ്മെൻറ്റ്. അതിനകത്ത് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിക്കും. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും സീക്വൻഷ്യലായിട്ട് വരുന്നത്. ചിലതൊക്കെ സൈമിൾട്ടേനിയസ് ആയിട്ട് പാരലായിട്ട് പോകേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിനകത്ത് ഏത് ആക്ടിവിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ, ദാറ്റ് ഈസ് ഈ ക്രിട്ടിക്കൽ പാത്തിലുണ്ടാവുന്ന ഡിലേ ക്യാൻ ഡിലേ ദി എൻറ്റയർ പ്രൊജക്ട്. ക്ലിയർ? സോ അതേതാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത്. ദെൻ വരുന്നൊരു ടെക്നീക്കാണ് ഇൻഫർമേഷൻ കൺട്രോൾ. ഓക്കെ, ഇൻഫർമേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇൻഫർമേഷൻ കറക്റ്റ് ആളുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഇൻഫർമേഷൻ കൺട്രോൾ. ഓക്കെ, ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് പുറത്തേക്ക് പോകരുത്. ഏത് ഇൻഫർമേഷനാണോ നമ്മൾ പുറത്തേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം പുറത്തേക്ക് വിടുക. ഓരോ ഇൻഫർമേഷൻ പ്രിവ്യൂ അല്ലെങ്കിൽ പ്രിവ്യൂ ഉള്ള ആൾക്കാർ മാത്രം അത് റിസീവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇൻഫർമേഷൻ കൺട്രോൾ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ആണ്. ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് അനദർ ടെക്നീക്ക് വെയർ വി എൻഷുർ ദി ക്വാളിറ്റി ഓഫ് ഇത് യൂഷ്വലി ഈ പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ സെക്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആ ക്വാളിറ്റി കൺട്രോളിൻ്റെ അടിയിൽ വരുന്നത് ഒരു ടെക്നീക്ക് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷനും, രണ്ടാമത്തെ ഒരു ടെക്നീക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോളുമാണ്. ഓക്കെ, ഇൻസ്പെക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ. സോ ദിസ് ഇസ് മോർ ഓർ ലെസ് our this is more or less our chapter for this day. In case of any doubts, please feel free to message me. Thank you.